2026 മെയ് മാസം 18-ാം തീയതിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വി സതീശൻ അധികാരത്തിലെത്തുന്നത്. UDF സർക്കാർ ഒരു പതിറ്റാണ്ടിന് ശേഷമാണ് കേരളത്തിൽ അധികാരത്തിലേക്ക് ഈ ദിവസത്തോടുകൂടി തിരികെ എത്തിയത്. 10 വർഷക്കാലത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ദുരിതങ്ങൾ അനുഭവിച്ച് മടുത്ത ജനങ്ങളാണ് ആവേശത്തോടുകൂടി പിണറായിയെ പുറത്താക്കുവാൻ വോട്ട് ചെയ്ത് UDFന് ചരിത്ര ഭൂരിപക്ഷം സമ്മാനിച്ചത്. വി സതീശൻ സർക്കാർ അധികാരത്തിലേറി 3 മാസം പിന്നിടുന്ന ഈ ഘട്ടത്തിൽ കേരളം ഈ UDF സർക്കാരിൻ്റെ കാലത്ത് ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സംഭവബഹുലമായ ദിവസങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. 2026 ജൂലൈ മാസം 31-ാം തീയതി ആരംഭിച്ച പേമാരി ഓഗസ്റ്റ് മാസം 4-ാം തീയതി ആകുമ്പോഴേക്കും ശമനമില്ലാതെ തുടരുകയാണ്. കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങൾ ഒരു മഹാപ്രളയത്തിൻ്റെ ഒരു ആന്തലിൽ ഞെട്ടി നിൽക്കുകയാണ്. ഏറ്റവും അധികം നാശം ഇതുവരെയും വിതയ്ക്കപ്പെട്ടിട്ടുള്ളത് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ മഹാപ്രളയകാലത്ത് കേരളം വിറങ്ങലിച്ച് നിൽക്കുന്ന ഈ കാലത്ത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതിന് വേണ്ടി വി സതീശൻ എന്ന നേതാവ് നേതൃത്വം നൽകുന്ന മന്ത്രിസഭയുടെ പോരായ്മയാണ് ഈ പ്രളയത്തിലേക്ക് വഴിവെച്ചത് എന്ന നിലയിലുള്ള രാഷ്ട്രീയ പ്രചരണങ്ങളുമായി രാഷ്ട്രീയ മുതലെടുപ്പിനായി CPM രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ പ്രളയത്തിൻ്റെ യഥാർത്ഥ കാരണക്കാരൻ ആരാണ് എന്ന് കാര്യകാരണസഹിതം പ്രേക്ഷകരോട് പങ്കുവെക്കുന്നതിനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി പ്രിയപ്പെട്ട പ്രേക്ഷകർ, കേരള സ്പീക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾക്കുള്ള പിന്തുണ ഇനിയും തുടരണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇനി നമ്മൾ വിഷയത്തിലേക്ക് വരുമ്പോൾ, പതിറ്റാണ്ടുകൾക്ക് ശേഷം കേരളം ഒരു മഹാപ്രളയത്തെ അഭിമുഖീകരിച്ചത് 2018-ലായിരുന്നു, പിണറായി വിജയൻ്റെ 1-ാം സർക്കാരിൻ്റെ കാലത്ത്. ആ പ്രളയത്തിന് ശേഷം ഒരു റീബിൽഡ് കേരള മിഷനുമായി പിണറായി വിജയനും CPMും ഇടത് സർക്കാരും മുന്നിട്ടിറങ്ങുകയുണ്ടായി. ഇവിടെ പിണറായി വിജയൻ ഈ പ്രളയകാലത്തിന് ശേഷം ആദ്യമായി ചെയ്തത് തൻ്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിദേശ രാജ്യമായിട്ടുള്ള നെതർലൻഡ്സിലേക്ക് ഒരു സന്ദർശനം നടത്തുക എന്നതായിരുന്നു. ഈ സന്ദർശനത്തിൻ്റെ ഉദ്ദേശശുദ്ധിയായി അദ്ദേഹത്തിൻ്റെ സർക്കാരും പറഞ്ഞിരുന്നത് നെതർലൻഡ്സിൻ്റെ പ്രളയ പ്രതിരോധ മോഡൽ പഠിച്ച് അത് കേരളത്തിൽ പ്രാവർത്തികമാക്കുന്നതിനുള്ള ഉദ്യമത്തിൻ്റെ ഭാഗമായിട്ടാണ് പിണറായിയും കൂട്ടാളികളും നെതർലൻഡ്സിലേക്ക് പോയത് എന്നതാണ്. നെതർലൻഡ്സിൽ പോയി അവർ റൂം ഫോർ റിവർ എന്ന നെതർലൻഡ്സ് പ്രളയ പ്രതിരോധ മോഡൽ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കിയെന്നും അത് കേരളത്തിൽ നടപ്പാക്കാൻ പോകുകയാണ് എന്നുമുള്ള PR സ്റ്റണ്ടുകളായിരുന്നു പിന്നെ നമ്മുടെ സംസ്ഥാനത്ത് നിറഞ്ഞു നിന്നിരുന്നത്. ഏതൊക്കെയാണെങ്കിലും നെതർലൻഡ്സിൽ പോയി വന്ന പിണറായി വിജയൻ റൂം ഫോർ റിവറിൻ്റെ പൈലറ്റ് പദ്ധതിയായി റൂം ഫോർ പമ്പ എന്ന പേരിൽ ഒരു പദ്ധതി ആരംഭിക്കുകയും അതിനായി 4.5 കോടി രൂപ ചിലവ് അനുവദിക്കുകയും ചെയ്തു. ഏതൊക്കെയാണെങ്കിലും റൂം ഫോർ പമ്പ എന്ന പദ്ധതി കോടികൾ ചെലവിട്ട് നടപ്പാക്കിയ പത്തനംതിട്ട ജില്ലയിലാണ് ഇപ്പോൾ അതായത് ആ പദ്ധതി നടപ്പാക്കിയതിന് ശേഷം 8 വർഷങ്ങൾക്കിപ്പുറം വലിയ രീതിയിലുള്ളൊരു പ്രളയമുണ്ടായിട്ടുള്ളത് എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കേവലം ഒരു രാത്രി മഴ തിമിർത്ത് പെയ്തപ്പോൾ നെതർലൻഡ്സിൻ്റെ പ്രതിരോധ മോഡൽ കേരളത്തിലേക്ക് അഡാപ്റ്റ് ചെയ്തുകൊണ്ട് പിണറായി വിജയൻ നടത്തിയ റൂം ഫോർ പമ്പ എന്ന പദ്ധതി അടിമുടി പൊളിഞ്ഞു പോകുന്നൊരു കാഴ്ചയാണ് പത്തനംതിട്ടയിലെ ദുരിത കാഴ്ചകൾ നമുക്ക് മുമ്പിൽ അനാവൃതമാക്കുന്നത്. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ വിദേശയാത്ര നടത്തുകയും കുടുംബാംഗങ്ങൾക്കൊപ്പം നടന്ന് നെതർലൻഡ്സ് ചുറ്റിക്കാണുകയും ചെയ്തു എന്നുള്ളതല്ലാതെ വേറൊരു ഗുണവും ഈ വിദേശയാത്ര കൊണ്ട് ഉണ്ടായിട്ടില്ല എന്നും ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അതായത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ റൂം ഫോർ പമ്പ എന്ന പേരിൽ നടപ്പാക്കിയ ആ സർക്കാർ പദ്ധതി അടിമുടി തട്ടിപ്പായിരുന്നു, അഴിമതി നിറഞ്ഞതായിരുന്നു. CPM നേതാക്കളുടെയും ചില ഉദ്യോഗസ്ഥരുടെയും കോൺട്രാക്ടർമാരുടെയും കീശ വീർപ്പിക്കാനുള്ള ഒരു പദ്ധതി മാത്രമായിരുന്നു. അത്തരത്തിൽ വലിയൊരു ദുരന്തത്തെ കേരളം അഭിമുഖീകരിച്ച അവസരത്തിൽ അതും ഒരു ധനസമ്പാദനത്തിനുള്ള അഴിമതിക്കുള്ള മാർഗമായി കണ്ട് അവസരം മുതലെടുത്ത ഒരു ചെന്നായിയാണ് പിണറായി വിജയൻ എന്ന മുൻ മുഖ്യമന്ത്രി എന്ന് നമുക്ക് തീർത്തു പറയുവാൻ സാധിക്കും. ഈ ഒരു ഉദാഹരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ഇത്തരം ഒരു വിലയിരുത്തലുമായി ഞാൻ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. റൂം ഫോർ പമ്പ എന്ന പദ്ധതി മാത്രമല്ല, റൂം ഫോർ റിവർ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ കോടിക്കണക്കിന് രൂപയാണ് സംസ്ഥാന ഖജനാവിൽ നിന്ന് വിവിധ ഇടങ്ങളിലേക്കായി ഈ കഴിഞ്ഞ സർക്കാരുകൾ, അതായത് പിണറായി വിജയൻ സർക്കാരുകൾ ചെലവഴിച്ചിട്ടുള്ളത്. ഈ പദ്ധതികൾ ഒരിടത്തും പ്രാവർത്തികമാക്കി പ്രയോജനപ്രദമായി നടപ്പാക്കിയിട്ടില്ല എങ്കിൽ കൂടിയും കോടിക്കണക്കിന് രൂപ ഖജനാവിൽ നിന്ന് ഒഴുകിപ്പോയി എന്നത് യാഥാർത്ഥ്യമാണ്. മറ്റൊരു ലളിതമായ ഉദാഹരണം പറയാം. കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയെയും ആലപ്പുഴ ജില്ലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു റോഡാണ് AC റോഡ് അല്ലെങ്കിൽ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് എന്ന് പറയുന്നത്. AC റോഡ് കുട്ടനാടൻ പ്രദേശത്തുകൂടിയാണ് കടന്നു പോകുന്നത്. ഏറ്റവും അധികം പ്രളയത്തിൻ്റെ ദുരിതം അനുഭവിക്കുന്ന, വെള്ളക്കെട്ടിൻ്റെ ദുരിതം അനുഭവിക്കുന്ന ഒരു ജനതയുടെ ഒരു യാത്രാ മാർഗമാണ് ഈ AC റോഡ് എന്ന് പറയുന്നത്.
AC റോഡിൽ ചെറിയ മഴ പെയ്താൽ പോലും വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും കുട്ടനാട്ടിലെ ജനതയ്ക്ക് ഇത്തരം വെള്ളക്കെട്ട് മൂലം യാത്രാ സൗകര്യങ്ങൾ തടസ്സപ്പെടുകയില്ല എന്ന അവകാശവാദവുമായി ഒരിക്കലും വെള്ളം കയറാത്ത റോഡെന്ന നിലയിലാണ് റോഡും പാലങ്ങളും ഉൾപ്പെടെ നൂറുകണക്കിന് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് AC റോഡ് പിണറായി സർക്കാരിൻ്റെ കാലത്ത് പുനർനിർമ്മിച്ചത്. എന്നാൽ ഈ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം പഴയതിനേക്കാൾ മോശമാണ് കാര്യങ്ങൾ എന്നതാണ് വസ്തുത. ഇപ്പോൾ ഒരു ചെറുമഴയുണ്ടായെങ്കിൽ പോലും AC റോഡിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് ഉണ്ടാകുന്നത്. ഗതാഗത സൗകര്യങ്ങൾ തടസ്സപ്പെടുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പിന്നെ എന്തിനു വേണ്ടിയായിരുന്നു ഇത്തരത്തിൽ നൂറുകണക്കിന് കോടി രൂപ പിണറായി സർക്കാർ ചെലവഴിച്ചത് എന്ന് ചോദിച്ചാൽ, ഈ ഒരു കരാറിൻ്റെ ഈ ഒരു നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ മറവിൽ കോടിക്കണക്കിന് രൂപ കമ്മീഷനായും അഴിമതിയുമായും തട്ടിച്ചെടുക്കുവാൻ വേണ്ടി പിണറായി വിജയനും കൂട്ടാളികളും ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണോ AC റോഡ് പുനരുദ്ധാരണം എന്ന കാര്യത്തിലും സ്വാഭാവികമായും സംശയങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ദുരന്തമുഖത്ത് പരമാവധി മുതലെടുപ്പ് നടത്തുക എന്ന പിണറായി ശൈലിയുടെ ബാക്കി പത്രമാണ് ഇപ്പോൾ കേരളം അനുഭവിച്ചു പോരുന്ന ഈ പ്രളയ ദുരന്തം എന്ന് പറയാതിരിക്കാൻ സാധിക്കുകയില്ല. കാരണം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തന്നെ പല വിദഗ്ധരും ചൂണ്ടിക്കാട്ടിയിരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് പ്രളയത്തിന് ശേഷം ഡാമുകളിലും നമ്മുടെ ജലസ്രോതസ്സുകളിലും, അതായത് നദികളിലും പുഴകളിലും ആറുകളിലും എല്ലാം തന്നെ ധാരാളം എക്കലും ചെളിയും മണലും വന്ന് അടിഞ്ഞിട്ടുണ്ട് എന്നതാണ്. ഇത് ജലത്തിൻ്റെ സ്വാഭാവികമായ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യമായി മാറുന്നു. ഡാമുകളുടെ സംഭരണ ശേഷിക്ക് ഒരു കുറവ് വരുത്തുന്ന ഒരു കാര്യമായി മാറുന്നു. അതുകൊണ്ട് തന്നെ ഈ ചെളിയും എക്കലും മണലുമെല്ലാം വാരി മാറ്റിക്കൊണ്ട് ജലത്തിൻ്റെ ഒരു ഫ്ലോ സുഗമമാക്കണം എന്ന ഒരു അഭിപ്രായം, നിർദ്ദേശം പല വിദഗ്ധരും മുന്നോട്ട് വെച്ചിരുന്നതാണ്. എന്നാൽ ഇത്തരത്തിലൊരു പദ്ധതിയുടെ മറവിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി കൈക്കൂലി പലരിൽ നിന്നും വാങ്ങിയെടുത്തതല്ലാതെ ഒരു നുള്ളു മണ്ണ് പോലും പിണറായി വിജയൻ്റെ സർക്കാർ മാറ്റിയിട്ടില്ല എന്നതും വസ്തുതയാണ്. ഈ അഴിമതി കഥകൾ പലപ്പോഴും പുറത്തു വരാത്തത് പിണറായി വിജയൻ തന്നെ അധികാരത്തിൽ തുടരും എന്നൊരു ഭയം കൊണ്ടായിരുന്നു എന്നതും വസ്തുതയാണ്. ഇത്തരത്തിൽ ഏറ്റവും കേവലമായി ചെയ്യുവാൻ കഴിയാമായിരുന്ന ഒരു കാര്യം പോലും പിണറായി വിജയൻ എന്ന ഭരണാധികാരി മഹാപ്രളയമുണ്ടായ 2018 ശേഷം ചെയ്തിട്ടില്ല എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. 2 പദ്ധതികളിൽ കൃത്യമായ അഴിമതിയുണ്ടായിരുന്നു. മൂന്നാമതായി ഏറ്റവും കേവലമായി ഏറ്റവും ലളിതമായി ഇംപ്ലിമെൻ്റ് ചെയ്യുവാൻ കഴിയുന്ന വിദഗ്ധരുടെ നിർദ്ദേശങ്ങൾ പോലും പിണറായി വിജയൻ ഇവിടെ അവഗണിക്കുകയായിരുന്നു. ഇത് മാത്രമാണോ പിണറായി വിജയൻ കേരളത്തോട് ചെയ്ത ദ്രോഹം എന്ന് ചോദിച്ചാൽ, ഈ ഒരു പ്രളയത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ ദ്രോഹങ്ങൾ ഇവിടെയും കൊണ്ട് അവസാനിക്കുന്നില്ല എന്നതാണ് വസ്തുത. 2018 പ്രളയത്തിന് ശേഷം വിദേശ മലയാളികളിൽ നിന്നടക്കം കോടാനുകോടി രൂപകൾ സമാഹരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിച്ചുകൊണ്ട് റീബിൽഡ് കേരള എന്നൊരു പദ്ധതി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിരുന്നു. ഈ പദ്ധതിയുടെ കീഴിൽ വിവിധങ്ങളായിട്ടുള്ള ഉദ്യമങ്ങൾക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുമായി ശതകോടികളാണ് പിണറായി വിജയൻ സർക്കാർ ചെലവാക്കിയത്. എന്നാൽ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ റീബിൽഡിംഗ് നടന്നിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ഈ ദുരിതബാധിതരുടെ പുനരധിവാസം സാധ്യമായോ എന്ന് ചോദിച്ചാൽ അതിനും ഇല്ല എന്ന ഉത്തരം തന്നെയാണ് നമുക്ക് പറയുവാൻ കഴിയുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് CPMകാർ ഒരു ദുരന്തമുഖത്ത് നിന്ന് എത്രമാത്രം രൂപ കൈക്കൂലിയായി അനധികൃതമായി ചോർത്തിയെടുത്തു എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കഴിഞ്ഞ പ്രളയകാലത്ത് ദുരന്തബാധിതർക്ക് 10,000 രൂപ വീതം, അതായത് വീടുകളിൽ വെള്ളം കയറിയവർക്ക് 10,000 രൂപ വീതം നൽകുന്ന ഒരു പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിരുന്നു. ഈ ഒരു പദ്ധതിയുടെ പേരിൽ നൂറുകണക്കിന് കോടി രൂപ പൊതുജനങ്ങളിലേക്ക് എത്തിച്ചു എന്ന അവകാശവാദവും CPM കേന്ദ്രങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ പലപ്പോഴും അനർഹരായിട്ടുള്ള CPM നേതാക്കളുടെ കീശയിലേക്കാണ് ഈ പണം പോയത്. പല ആളുകളുടെയും പേരിൽ CPM നേതാക്കൾ തന്നെ ഇത്തരത്തിൽ വൻതുക വെട്ടിച്ചുവെന്നും അതിന് അധികൃതർ കൂട്ടുനിന്നു എന്നുള്ളതിനുമുള്ള നിരവധി തെളിവുകളും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ പ്രളയം മൂലമുണ്ടായിട്ടുള്ള ദുരിതത്തെ പ്രതിരോധിക്കുവാൻ കാര്യക്ഷമമായി ഒന്നും ചെയ്യാതെ, പ്രളയം മൂലം ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതിനുള്ള കൃത്യമായ അഴിമതിരഹിതമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിന് പകരം ഇതൊരു അഴിമതിക്കുള്ള സാധ്യതയായി ഉപയോഗിച്ചുകൊണ്ട് നൂറുകണക്കിന് കോടി രൂപയുടെ തട്ടിപ്പും വെട്ടിപ്പും നടത്തുവാൻ എല്ലാവിധ അനുവാദങ്ങളും നൽകിക്കൊണ്ട് മുന്നിൽ നിന്ന പിണറായി വിജയൻ എന്ന ഭരണാധികാരി തന്നെയാണ് കേരളത്തിലെ ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ പ്രളയത്തിനും കാരണം എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ഈ ഒരു ചിന്ത കാര്യകാരണസഹിതം പ്രേക്ഷകർക്കായി വിശദീകരിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.